ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്ത് മറിയം 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വചനം 5 ഹർഫുകൾ കൊണ്ട് ഒരുമിച്ചു ചേർന്നിട്ടുള്ളതാണ്. കാഫ് ഹാ യാ ഐൻ സാദ്. ഈ 5 അക്ഷരങ്ങൾ ഹുറൂഫ് മുഖത്തഅ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്രകാരം കേവലാക്ഷരങ്ങൾ ഹുറൂഫ് മുഖത്തഅ കൊണ്ട് തുടങ്ങുന്ന 29 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. എന്നാൽ ഇതിൽ മദ് ലാസിം എന്ന ദീർഘം നിർബന്ധമായും 6 ഹറക്കത്തിൻ്റെ അളവിൽ നൽകേണ്ടതായ ദീർഘം നൽകി ഉച്ചരിക്കേണ്ടവയുണ്ട്. എന്നാൽ തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം നൽകി ദീർഘിപ്പിക്കേണ്ടവയുമുണ്ട്. അലിഫ് എന്ന അക്ഷരമാകട്ടെ അതിന് ദീർഘം വരികയുമില്ല, സൂറത്തുൽ ബഖറയുടെ തുടക്കം പോലെ. അപ്പോൾ ഈ 5 അക്ഷരങ്ങളിൽ കാഫ് എന്ന അക്ഷരം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ അക്ഷരത്തിൻ്റെ നാമമാണ് നാം ഇവിടെ ഉച്ചരിക്കുന്നത്. കാഫ് എന്നത് ഹർഫിൻ്റെ നാമമാണ്, അക്ഷരത്തിൻ്റെ പേരാണ്. ഇതിൽ 3 അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട്, കാഫും അലിഫും ഫാവും. അലിഫ് എന്നാൽ ദീർഘാക്ഷരമാണ്, ഹർഫുൽ മദ്ദാണ്. അപ്പോൾ ആ ഹർഫുൽ മദ്ദിന് തൊട്ട് ശേഷം സ്ഥിരപ്പെട്ടതായ സുക്കൂൻ ഉണ്ട് എന്ന കാരണത്താൽ ഇവിടെ ലാസിം ആയ ദീർഘം നൽകണം. സുക്കൂൻ ഉള്ള അക്ഷരത്തിൽ ശബ്ദ ദിത്വം ഇല്ലാത്തതിനാൽ മുഷദ്ദദത്തായ ഹർഫല്ല എന്ന കാരണത്താൽ ഈ ദീർഘത്തിന് മുഖഫഫ് എന്ന് പേര് പറയുന്നു. അപ്പോൾ ഇതിൽ നാം നിർബന്ധമായും 6 ഹറക്കത്തിൻ്റെ അളവിൽ നൽകി ദീർഘിപ്പിക്കുന്ന ഈ ദീർഘത്തിൻ്റെ പേരാണ് അൽ മദ്ദുൽ ലാസിമുൽ മുഖഫഫ് അൽ ഹർഫി. ഇത് ഹർഫാണ് എന്ന കാരണത്താൽ ഇതിന് ഹർഫി എന്ന് പേര് പറയുന്നു. ലാസിമായ ദീർഘം പദങ്ങളിൽ വരും, കലിമത്തിൽ വരും, അപ്പോൾ കലിമി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ മദ് ലാസിം മുഖഫഫ് ഹർഫി നൽകിക്കൊണ്ട് കാഫ് എന്ന് 6 ഹറക്കത്തിൻ്റെ അളവിൽ നാം ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഹ യ എന്നീ 2 അക്ഷരങ്ങളിൽ ഹർഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ ഇല്ലാത്തതിനാൽ തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘമാണ് നൽകേണ്ടത്. ഹ യ അത്ര മതി. ശേഷം ഐൻ വരുന്നു. ഐൻ എന്ന് പറയുമ്പോൾ 2 സൂറത്തുകളിലാണ് ഐന് വന്നിട്ടുള്ളത്. തുടക്കത്തിൽ ഹർഫ് മുഖത്തഅ ആയിക്കൊണ്ട് ഈ സൂറത്തിലും അതുപോലെ സൂറത്തു ശൂറായുടെ തുടക്കത്തിലും. ഈ ഐനിൻ്റെ ഹുക്മാകട്ടെ ഐനിലുള്ള ദീർഘിപ്പിക്കപ്പെടുന്ന അക്ഷരം ലീനിൻ്റെ അക്ഷരമാണ്, ഹർഫുൽ ലീനാണ്, ഹർഫുൽ മദ് അല്ല. ഹർഫുൽ മദ് അല്ലാത്ത കാരണത്താൽ ലീനിൻ്റെ ഹർഫാണ് ഇവിടെ ദീർഘിപ്പിക്കുന്നത് എന്നതുകൊണ്ട് 4 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുകയോ അല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ലാസിം ഹർഫിയുടെ ഹുക്മ് അതിനും നൽകിക്കൊണ്ട് ദീർഘിപ്പിക്കുകയോ ആവാം എന്ന 2 വീക്ഷണമാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. ഇതിൽ മുൻതൂക്കമുള്ളത് 6 ഹറക്കത്തിൻ്റെ അളവിൽ മറ്റ് ഹർഫുകളെപ്പോലെ തന്നെ ദീർഘിപ്പിക്കുക എന്നതിനാണ്. അപ്പോൾ ഐൻ എന്ന് ദീർഘം നൽകുക അലീനിൻ്റെ ഹർഫിന്. ആ ഹർഫിൻ്റെ പേര് ഹർഫുൽ ലീൻ എന്നാണ് യാൻ്റെ പേര്. കാരണം യാൻ്റെ തൊട്ട് മുമ്പിൽ കസ്ര ഇല്ല. യാ ദീർഘാക്ഷരമാകണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് ഇകാരം കസ്ര ഉണ്ടായിരിക്കണം. അപ്പോഴാണ് യാ ഹർഫുൽ മദ്ദാകുന്നത്. എന്നാൽ യാ സാക്കിനത്തും തൊട്ട് മുമ്പിൽ മഫ്തൂഹത്തുമാണെങ്കിൽ അവിടെ ഹർഫുൽ ലീനാണ് യാ എന്ന് പറയപ്പെടുക. ഹർഫുൽ ലീൻ എന്നാണ് പറയപ്പെടുക, യാവും അപ്രകാരം വാവും. അപ്പോൾ ഇവിടെ യാഇനെ
നാം 4 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഐൻ എന്നതിലെ അന്ത്യത്തിൽ സാക്കിനത്തായ നൂൻ ഉച്ചരിക്കുന്നതിനാൽ അവിടെ ഇഖ്ഫ ഹഖീഖി എന്ന നിയമവും വരുന്നു. ശേഷം സ്വാദ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. എന്നാൽ സ്വാദ് ഇസ്തിഅ്ലാഇൻ്റെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരവും കൂടിയാണ് എന്നതുകൊണ്ട് നൂനിൻ്റെ മണിക്കലിൽ തഫ്ഖീം കൂടി ഉണ്ടാവണം. ഗുന്ന മുഫഖമ നൽകിക്കൊണ്ട് ഐൻ സ്വാദ് എന്ന് പറയണം. സ്വാദ് എന്നതിലും മദ് ലാസിം മുഖഫഫ് ഹർഫി നൽകിക്കൊണ്ട് 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ കാഫ് ഹാ യാ ഐൻ സ്വാദ് ഇപ്രകാരം ദീർഘിപ്പിക്കുക. അന്ത്യത്തിൽ സ്വാദ് എന്ന് പറയുമ്പോൾ സുക്കൂൻ നൽകപ്പെട്ട ദാല് ഉച്ചരിക്കുന്നു. അതിന് ഖൽഖല കുബ്ര നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമായി ചലിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യേണ്ടതാണ്. അവിടെ വഖഫ് ചെയ്യാതെ അടുത്ത വചനവുമായി വസ്ല് ചെയ്യുകയാണെങ്കിൽ ആ ദാലിന് ഖൽഖല സുഗ്റ നൽകുകയും വേണം. ദിക്റു റഹ്മതി റബ്ബിക. ഇവിടെ കാഫ് മഹ്മൂസായ അക്ഷരമാണ്. എല്ലാ ഹർഫുകളും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക. പൂർണ്ണമായും അതിൻ്റെ വിശേഷണങ്ങൾ സിഫാത്തുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക. ദിക്റു റഹ്മതി റാഇന് തഫ്ഖീം കൊടുക്കണം. 2 റാകൾ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടവ തുടരെയായി വരുന്നു. റഹ്മതി എന്നതിലെത്ത മഫ്തൂഹത്താണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ റഹ്മത്ത് എന്ന് താഇന്മേൽ വഖഫ് ചെയ്യണം. റഹ്മ എന്ന് പറഞ്ഞ് ഹാ ഇന്മേൽ വഖഫ് ചെയ്യാൻ പറ്റുകയില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ദിക്റു റഹ്മതി റബ്ബിക. വീണ്ടും റാ വരുന്നു. തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. റബ്ബിക അബ്ദഹു ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. ശേഷം ഹ ഉദ്ദമീർ വരുന്നു. അതിന് മദ്ദുസ്സിലത്തി സുഗ്റ നൽകി ദീർഘിപ്പിക്കേണ്ടതാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ വാവിൻ്റെ ദീർഘം അതിന് കൊടുക്കണം. വഖഫ് ചെയ്യുകയാണെങ്കിൽ അബ്ദഹ് എന്ന് വഖഫ് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. അബ്ദഹു സക്കരിയ. അന്ത്യത്തിൽ തബീഇയ ദീർഘം മാത്രമേ അവിടെ കൊടുക്കാവൂ. ഒരു കാരണവശാലും കൂടുതൽ ദീർഘിപ്പിക്കരുത്. എന്നാൽ ആ വചനത്തെ അടുത്ത വചനവുമായി ചേർത്തോതുകയാണെങ്കിൽ വസ്ല് ചെയ്യുമ്പോൾ മദ് മുൻഫസിൽ ജായിസ് അവിടെ പുതുതായി ഉണ്ടാകുന്നത് കൊണ്ട് 4 5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. സക്കരിയ ഇസ്നാദ എന്ന് പാരായണം ചെയ്യാം. ഇസ്നാദ ദാല് വ്യക്തമായി ഉച്ചരിക്കുക. ദാല് ലോലമായി, അതായത് ലൂസാക്കി അയവ് വരുത്തി ഉച്ചരിക്കേണ്ട റഖാവത്തിൻ്റെ ഹർഫാണ്. ഇസ് എന്ന് ശബ്ദം വ്യക്തമാക്കുക. ഇസ്നാദ റബ്ബഹു റാ തഫ്ഖീം ചെയ്യുക. തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. റബ്ബഹു ഹ ഉദ്ദമീറിന് മദ്ദുസ്സിലത്തി സുഗ്റ കൊടുക്കുക. നിദാഅൻ ഖഫിയ്യ. ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അന്ത്യത്തിൽ പദത്തിൻ്റെ അന്ത്യത്തിൽ അൻ എന്ന തൻവീൻ നിദാഅൻ, ആ തൻവീനും ശേഷം ഖാഉമാണ് വരുന്നത്. ഇദ്ഹാർ ഹൽഖി നൽകി തൻവീനിനെ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കണം. അപ്പോൾ നിദാഅൻ ഖഫിയ്യ ഖാഇന് തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് ഖാഇനെ ഉച്ചരിക്കുക. ഖഫിയ്യ. ഖാല റബ്ബി. ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്.
അതിനെ ദീർഘിപ്പിക്കുകയാണ് അലിഫ് കൊടുത്തുകൊണ്ട്. ആ അലിഫിൽ തഫ്ഖീം നിലനിർത്തുക. ഖാല ഖാല. ലാമിൽ തഫ്ഖീം ഉണ്ടാവരുത്. തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. ഖാല റബ്ബി. റാഇന് തഫ്ഖീം. ഖാല റബ്ബി. ഇന്നി. നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖാല റബ്ബി ഇന്നി. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് കൊടുക്കുക. നൂൻ മുശദ്ദദ. വഹന വഹന. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേത്, തഫ്ഖീം വരരുത്, എല്ലാം തർക്കീഖ്. വഹന വഹനൽ അസ്മു. വഹനൽ അസ്മു. ലാം ഖമരി, ഇദ്ഹാർ ഖമരിയാണ് ലാമിന് കൊടുക്കേണ്ടത്. വഹനൽ അസ്മു. ളാഇന് തഫ്ഖീം. അതോടൊപ്പം ലൂസാക്കി ഉച്ചരിക്കേണ്ട റഖാവത്തിൻ്റെ ഹർഫാണ്, മുത്ബഖാണ്, മുസ്തഅലിയാണ്. വഹനൽ അസ്മു മിന്നി. നൂൻ മുശദ്ദദ. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന. മിന്നി. വഷ്തഅല റഅസു. വഷ്തഅല റഅസു. ഷീൻ തഫശി എന്ന സിഫത്തുള്ള അക്ഷരമാണ്. വഷ് വഷ് എന്ന് വ്യക്തമായി ഷീൻ ഉച്ചരിക്കുക. വഷ്തഅല റഅസു. റാഇന് തഫ്ഖീം കൊടുക്കുക. റാ മുശദ്ദദത്താണ്. അതിൽ തക്രീർ എന്ന സിഫത്ത് കൂടുതൽ വന്നുകൊണ്ട് അത് വിറപ്പിക്കപ്പെടുന്ന, ഒന്നിലധികം റാകൾ ഉച്ചരിക്കപ്പെടുന്ന അവസ്ഥ വരരുത്. അർ എന്ന് വിറയൽ വരരുത്. വഷ്തഅല റഅസു. വഷ്തഅല റഅസു. ഹംസ ഷദീദായ അക്ഷരമാണ്, ഷിദ്ദത്തുള്ള ഹർഫാണ്. റഅസു. റഅസു റഅസു എന്നോ റാസു എന്നൊന്നും ആയി പോകരുത്. റഅസു. ശൈബൻ വലം. ശൈബൻ വലം. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിക്കുക, ലയിപ്പിച്ച് മണിക്കണം. ശൈബൻ വലം. സാക്കിനത്ത് മീം ഇൽഹാർ ഷഫവി, മണിക്കാതെ വെളിവാക്കുക. വലം അകുൻ. അകുൻ എന്നതിലെ നൂനിനെ സാക്കിനത്ത് നൂൻ ശേഷം ബാ വന്നതുകൊണ്ട് ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫലത്തിൽ ഹുക്മുൽ മീമി സാക്കിനത്തി ഖബ്ലൽ ബാ എന്ന് വെച്ചാൽ ഇഖ്ഫാ ഷഫവി എന്നതാണ്. വലം അകും ബിദുആഇക. നൂനിനെ മീമാക്കി മാറ്റി മണിക്കുക. ഇഖ്ഫാ ഷഫവിയുടെ അതേ അവസ്ഥയാണ്, അതേ ഹുക്മാണ് ഇവിടെ ഉണ്ടാവുക ഇഖ്ലാബ് ചെയ്യുമ്പോൾ. എന്നാൽ പൂർണ്ണമായും ചുണ്ടുകൾ അടച്ചു വെച്ചുകൊണ്ട്, അമർത്തി വെച്ചുകൊണ്ടല്ല, ചുണ്ടുകൾ വിടർത്തി പരത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ് ഇഖ്ഫാ ഷഫവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇവിടുത്തെ നിയമം ഇഖ്ലാബാണ്. ഇഖ്ലാബ് എന്ന് വെച്ചാൽ അതിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ: ഒന്ന് മീമാക്കി മാറ്റുക, രണ്ടാമത്തേത് മണിക്കുക, മൂന്നാമത്തേത് ഇഖ്ഫാ ഷഫവിയുടെ ഹുക്മ് അതിന് കൊടുക്കുക എന്ന 3 കാര്യങ്ങളാണ് ഇഖ്ലാബിൽ ശ്രദ്ധിക്കപ്പെടുക. വലം അകും ബിദുആഇക. വലം എന്നതിലെ സാക്കിനത്ത് അമീം ഇൽഹാർ ഷഫവി, അകുൻ ഇഖ്ലാബ് സൂചിപ്പിച്ചു. അപ്പോൾ വലം എന്നതിലെ മീമ് മണിച്ചു പോകരുത്. വലം അകും ബിദുആഇക റബ്ബി. റാഇന് തഫ്ഖീം കൊടുക്കുക. ഷഖിയ്യ. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം, അത് മക്സൂറത്ത് ആയതുകൊണ്ട് ഇസ്തിഅലാന്റെ ഹർഫാണ്, കസ്റ വന്നതിനാൽ കുറഞ്ഞ തഫ്ഖീം. ഷഖി ഷഖി എന്ന് കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ഷഖിയ്യ. അലിഫുകളെല്ലാം തബീഇയ്യ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉള്ള ദീർഘം മാത്രം നൽകി വഖഫ് ചെയ്യേണ്ടതാണ്. ഷഖിയ്യ, കൂടുതൽ ദീർഘിപ്പിക്കാവതല്ല. വലം അകും ബിദുആഇക റബ്ബി ഷഖിയ്യ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم
مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا.